ഒരു വാഹനത്തിന് പ്രധാനമായ 3 ഘടകങ്ങളാണ് ഒരാളൊരു വാഹനത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിംഗിലേക്ക് കടക്കുമ്പോൾ അറിഞ്ഞിരിക്കുക. അതിലൊന്ന് ആക്സിലേറ്റർ, ഒന്ന് ബ്രേക്കും, ഒന്ന് ക്ലച്ചുമാണ്. ABC പെഡൽസ് എന്ന് വിളിക്കുന്നു അതിനെ. ഓക്കെ. പക്ഷെ എല്ലാവർക്കും എന്താണ് ആക്സിലേറ്റർ എന്നും എന്താണ് ബ്രേക്ക് എന്നും പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി വേർഡാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കാനുള്ളതും ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റ് ചെയ്ത് സ്പീഡ് പോകാനുള്ളതുമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടെ ക്ലച്ച് എന്താണ് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. യൂട്യൂബ് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്താണ് ക്ലച്ച് എന്നും അല്ലെങ്കിൽ ക്ലച്ചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞും എല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ എഞ്ചിനീയറിംഗിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആനിമേഷൻസ് വെച്ച് ഇതിങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ചവിട്ടി എവിടെ സംഭവിക്കും, അങ്ങനെയുള്ളൊരു കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള വേലാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന് എൻ്റെ കയ്യിൽ നിന്നൊരു ക്ലച്ച് ഡിസ്ക് ഉണ്ട്, ഒരു ക്ലച്ച് അസംബ്ലി ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം എൻ്റെ കയ്യിലുള്ള ക്ലച്ച് ഡിസ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതാണ് ക്ലച്ച് ഡിസ്ക്. ഇതിന്റെ പേര് പറയുമ്പോൾ തന്നെ ഡിസ്കാണ്, ഫ്രിക്ഷൻ ഡിസ്കാണിത്. അതുപോലെ ഇതാണ് ഇതിന്റെ അസംബ്ലി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഡയഫ്രം സ്പ്രിംഗ്. ഇതിന്റെ എന്താണെന്ന് ഞാൻ അതിലേക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാരണം ഈ ക്ലച്ച് എന്ന് പറയുന്നൊരു വലിയൊരു സിസ്റ്റമൊന്നുമല്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിസ്റ്റമൊന്നുമല്ല. നിങ്ങൾ കാണുന്ന പോലെ എഞ്ചിൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇമാജിൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു എഞ്ചിൻ ഇല്ല. കാരണം എനിക്കൊരു എഞ്ചിൻ ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എഞ്ചിൻ സംഘടിപ്പിച്ചിട്ടില്ല. സോ ഈ എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്ലേറ്റ് കണ്ടോ, ഈ കറങ്ങുന്ന എഞ്ചിനിലേക്ക് ഈ പ്ലേറ്റ് അമർത്തി വെച്ചാൽ ഈ പ്ലേറ്റിനകത്തുള്ള ഫ്രിക്ഷനും ഈ ഫ്രിക്ഷൻ കാരണം ഈ എഞ്ചിൻ കറങ്ങുന്ന അതേ ഒരു വേഗതയിൽ തന്നെ ഇതും കറങ്ങും. ഇതാണ് ക്ലച്ചിന്റെ പ്രവർത്തനം. ഇത് കറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അത് കറങ്ങുമ്പോൾ അതിനകത്തുള്ള ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റ് വെച്ച് ഈ എഞ്ചിന്റെ ആ ഒരു കറക്കം അല്ലെങ്കിൽ ആ ഒരു ശക്തി വീലുകളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ശരിക്കും ക്ലച്ച് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എഞ്ചിനിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ക്ലച്ച് കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഗിയർ ബോക്സ് ഉണ്ട്, മാറുന്നു. പക്ഷെ എഞ്ചിൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ മാറാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തിയാൽ എന്ത് സംഭവിക്കും? എഞ്ചിനെ ഓഫ് ആയി പോകും. കാരണം ഇത് നിൽക്കുമ്പോൾ എഞ്ചിന്റെ കറക്കത്തെ നമ്മൾ ബലം പിടിച്ച് നിർത്തും. സോ അവിടെയാണ് ഈ ക്ലച്ച് അസംബ്ലിയുടെ ശരിക്കുമുള്ള ഒരു പ്രാധാന്യം. എഞ്ചിന്റെ കറക്കം നിർത്താതെ, എന്നാൽ എഞ്ചിന്റെ കറക്കം നിർത്താതെ തന്നെ ഗിയർ ബോക്സുമായിട്ടുള്ള കണക്ഷൻ വിടിയിപ്പിക്കുക എന്നതാണ് ഈ ക്ലച്ചിന്റെ ദൗത്യം. അല്ലെങ്കിൽ ഈ സിസ്റ്റം ഉദ്ദേശിക്കുന്ന ഒരു ഇംപ്ലിമെന്റേഷൻ അതിനു വേണ്ടിയാണ്. അതെങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ക്ലച്ച് ഡിസ്ക്, അതിന്റെ അസംബ്ലി. ഇങ്ങനെയാണ് ഇത് എഞ്ചിനിലേക്ക് ഘടിപ്പിക്കുന്നത്. ഈ ഒരു പ്രഷർ, ഈ ഒരു ക്ലച്ചിന്റെ പ്ലേറ്റിന്റെ മുകളിൽ, ക്ലച്ച് ഡിസ്കിന്റെ മുകളിൽ പ്രഷർ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ദൗത്യം. ഈ പ്രഷർ നൽകുമ്പോൾ ഈ എഞ്ചിൻ കറങ്ങാണല്ലോ, ഇത് അമരുമ്പോൾ ഈ പ്രഷർ മൂലം ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് അമരുകയും തദ്വാര ഇത് കൂടെ ചേർന്ന് കറങ്ങുകയും ചെയ്യും. സോ ഈ ക്ലച്ച് ഡിസ്ക് കറങ്ങുന്നു. സോ ഇതിനകത്തുള്ള ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് നമുക്ക് അതിന്റെ നിശ്ചിതമായ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി ഇത് ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് അടുത്തത്. വളരെ സിമ്പിളാണ്. ഈ വെച്ച് ചവിട്ടുമ്പോൾ ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് കാണുന്നത്, ഈ ഫിൻസ് കാണുന്ന പ്ലേറ്റ് ആണ്. ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് അമരുമ്പോൾ അകത്തുള്ള ഒരു മെക്കാനിസം വെച്ചിട്ട് അകത്തൊരു റിംഗ് ഉണ്ട്, നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ഞാനത് മുറിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞ ഈ റിംഗ് വെച്ച് അമരുകയാണ്, അമർത്തുമ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് ഇവിടെ നിന്ന് വിടും. ഓക്കെ. അപ്പൊ ഇതിന് ഈ ക്ലച്ച് ഡിസ്കിന് എന്തുണ്ട്? ക്ലച്ച് ഡിസ്കിന് പ്രഷർ ഇല്ല. സോ ഈ ക്ലച്ച് ഡിസ്കിന് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് ഇത് വെറുതെ കിടന്ന് വരികയുള്ളൂ. അല്ലാണ്ട് ഈ ക്ലച്ച് വെച്ച് ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കറങ്ങുന്നില്ല. ആ സമയത്താണ് നമുക്ക് ഗിയർ മാറാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. എഞ്ചിൻ കറങ്ങുന്നുണ്ട്, വീണ്ടും ഇമാജിൻ ചെയ്യാം. ക്ലച്ച് ഡിസ്ക് അതിന്റെ മുകളിലുണ്ട്. ഈ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആണ്. അപ്പൊ ഇത് ക്ലച്ച് ഡിസ്കിന്റെ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്ലച്ച് ഡിസ്കിന് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കറങ്ങൂല.
സോ ഇത് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു മെക്കാനിസം വെച്ച് ഈ ക്ലച്ച് ഡിസ്കിന്റെ മുകളിൽ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് അമരുകയും തദ്വാര ഇത് കറങ്ങുമ്പോൾ കൂടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കറങ്ങുകയും എഞ്ചിൻ നിന്ന് പവർ ഗിയർ ബോക്സിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് ക്ലച്ചിന്റെ പ്രവർത്തന തത്വം. ഇനി ഇതിനകത്ത് കുറച്ച് സ്പ്രിങ് കാണാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് വിടുമ്പോൾ നമുക്കൊരു ഒരു ഷോക്ക് പോലെ കിട്ടും. അപ്പോൾ വണ്ടി ചാടും. അല്ലെങ്കിൽ എന്താ പഴയ വണ്ടികളൊക്കെ കാണാൻ പറ്റും. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ക്ലച്ചിന് സ്പ്രിങ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ വിടുമ്പോൾ ആ ഒരു ഫസ്റ്റ് വന്നത് ഈ സ്പ്രിങ്ങിനെ അമർത്തും. എന്നിട്ട് സ്പ്രിങ്ങിനെ അമർത്തിയതിന് ശേഷം മാത്രമേ ഡിസ്ക് കറങ്ങുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടും. അതിന് വേണ്ടിയാണ് ഈ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്പ്രിങ് കിട്ടുന്നത്. ഇതാണ് ഒരു ക്ലച്ചിന്റെ പ്രവർത്തന തത്വം. കൂടുതൽ വീഡിയോകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വണ്ടി ഭ്രാന്തനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.